നമ്മളിനി എന്താ ചെയ്യുക? മോൾക്കിനി എന്താ കൊടുക്കുക? നിങ്ങൾ എന്താ മിണ്ടായിരിക്കണേ? ഞാൻ പറയണൊന്നും കേൾക്കണില്ലേ? കേട്ടു. ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ ഇത്രയും കാശ്? ഉള്ളതെല്ലാം വിറ്റും പണയം വെച്ചും ഒരെണ്ണത്തിന് കെട്ടിച്ചയച്ചു. അതൊക്കെ ശരിയാ. എന്നാലും നമ്മുടെ മരുമകന് വേണ്ടി കട തുടങ്ങാനല്ലേ? നിങ്ങൾ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി കാശ്. എന്നാ പിന്നെ ഇതങ്ങോട്ട് വിൽക്കാം, എന്നിട്ട് എല്ലാവരും കൂടി റോട്ടിലേക്ക് ഇറങ്ങാം. എന്താ, മതിയോ? ആ, പവിത്രം വരുന്നുണ്ട്. അമ്മായി, പ്രിയ അവിടെ. പ്രിയനെ വിളിക്ക്. എന്താ, കാശ് റെഡി ആയില്ലേ? അത് പിന്നെ പവിത്ര മോനെ, 2 ലക്ഷം രൂപ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. മോളിവിടെ നിൽക്കട്ടെ, പറഞ്ഞ കാശ് റെഡി ആയി വിളിക്ക്. അപ്പൊ ഞാൻ ഒന്ന് കൊണ്ടുപോയിക്കോളാം. ഒന്ന് നിന്നെ. കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാ ഈ കാശിന്റെ കണക്ക് പറച്ചിൽ. പറ്റായിടത്തോളം തന്നില്ല എൻ്റെ അച്ഛൻ. ഇനിയില്ല, ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കും. മോളെ, എന്താ നീ പറയണേ? അമ്മ ഒന്നും മിണ്ടാതിരിക്കുക. എനിക്ക് പഠിപ്പുണ്ടല്ലോ, ഒരു ജോലി കിട്ടാൻ ഒരു പ്രയാസമില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ അച്ഛൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ പോയിക്കോളാം. എന്നാലും ഇയാളുടെ കൂടെ ഞാൻ പോവില്ല. എന്താടി പറഞ്ഞേ? നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ അച്ഛൻ തന്ന പൊന്നും പണവും എനിക്ക് തിരിച്ചു തന്നേക്ക്. ഈ നാട്ടിൽ നിയമം കോടതിയൊക്കെ ഉണ്ടല്ലോ. മോളെ, ഞാൻ കരയണില്ലല്ലോ അച്ഛാ, അതുകൊണ്ട് അച്ഛനും അമ്മയും കരയരുത്. എനിക്ക് തന്ന പണവും സ്വർണ്ണവും തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങളൊക്കെ വീടും. അമ്മയുടെ കുടുംബശ്രീ വഴി ഞാൻ തയ്യലും ഡിസൈനിങ്ങും പഠിച്ചിട്ടുണ്ടല്ലോ. ബാക്കിയുള്ള കാശുകൊണ്ട് നമുക്ക് തയ്യൽ കട തുടങ്ങിയാലോ? ശരിയാ മോളെ, നീ എടുത്ത തീരുമാനമാണ് ശരി. അച്ഛനും അമ്മയും നിന്റെ ഒപ്പമുണ്ട്.